നിങ്ങളൊരു അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അതായത് ഇന്ന് പറയാൻ പോകുന്നത് ടാലി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഒരു ജോലി നേടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ടാലി പഠിച്ചാൽ മാത്രം മതിയോ? ടാലിയുടെ ഒപ്പം എന്തെല്ലാം പഠിക്കണം? ഇങ്ങനെയുള്ള ഒരു ഫുൾ റോഡ് മാപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഒന്ന് വീഡിയോക്കെല്ലാം ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ മെയിലിന് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്? ടാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി നേടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടാലി പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡിഗ്രിയോ അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടാലി പഠിച്ചു. അപ്പോൾ ഇന്ന് ഒരുപാട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. പക്ഷെ ടാലിയാണ് ഇന്നിപ്പോൾ ഓൾ ഇന്ത്യയിലും അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഗൾഫിലാണെന്നുണ്ടെങ്കിലും ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന് പറയുന്നത്. ടാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാലിയിലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ഫേമുകൾക്കൊക്കെ വളരെ കുറച്ച് ഓപ്ഷൻസേ ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അതിലൊരു 10% ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ നിങ്ങൾ ടാലി പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു അക്കൗണ്ടന്റ് ജോലി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ ടാലി പഠിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ എക്സൽ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ GST, അതേപോലെ തന്നെ TDS, ഇതിൻ്റെ എല്ലാ ഫയലിങ്ങും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ GST, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ VAT. അപ്പോൾ GST എങ്ങനെയാണ് ഫയൽ ചെയ്യുക, അതേപോലെ തന്നെ TDS എങ്ങനെയാണ് എൻട്രി ചെയ്യുക, TDS ഫയലിംഗ് എങ്ങനെയാണ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ ടാലി പഠിച്ചതുകൊണ്ട് മാത്രം നമുക്കായില്ല. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ടാലി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടാലി പഠിക്കുന്നതിന് മുമ്പേ അവിടെ ചെയ്യുന്ന ടാലിയിൽ നോക്കിയിട്ട്, അതായത് ബില്ലുകൾ അടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പർച്ചേസിൻ്റെ ബില്ല്, സെയിൽസിൻ്റെ ബില്ല്, അപ്പോൾ അതൊക്കെ എനിക്ക് അവർ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ പൂനെയിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ പൂനെയിലായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂനെയിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാലി ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ 2-3 സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തു. പിന്നീട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. ഞാനൊരു സെയിൽസ് ടാക്സ് കൺസൾട്ടന്റ് അവിടെയാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ സാലറി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റി. ടാലി പഠിച്ച ഒരു ജോലി നേടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കണം. അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സെയിൽസ് ടാക്സ് ഓഫീസർ, അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇങ്ങനെയുള്ളവർക്ക് പോയിട്ട് നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആവണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലായ ഒരു നോളേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ജോലി ഈസി ആയിട്ട് കിട്ടുള്ളൂ. അതായത് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, നമ്മൾക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഓഫീസിൽ പോയിട്ട് ഇതാക്കണം. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിൽ, അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് ഓഫീസിൽ. അവിടെ പോയാലത്തെ മെച്ചം എന്താണെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായി നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ബേസിക് ഉള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ സാലറി ആദ്യം നോക്കരുത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒരു ഹൈ സാലറി, സാലറി കുറവാണല്ലോ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല. ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ആദ്യം വളരെ സാലറി കുറഞ്ഞിട്ടുള്ളതിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കത് ഒരുപാട് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ കുറച്ച് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും, പക്ഷേ ആ ഒരു ഫീൽഡിൽ നിന്നതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റി.
അപ്പോൾ സർട്ടിഫിക്കറ്റിനേക്കാളും പ്രാധാന്യം എന്താണ്? പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി അതും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ധാരാളം കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കീഴിലുള്ള ക്ലയൻസുകൾ ഉണ്ടായിരിക്കും. അവരെയൊക്കെ വർക്കുകൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി ആയിരിക്കും ഉണ്ടായിരിക്കുക, 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സിമ്പിളായിട്ട് നമുക്ക് എൻട്രി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ടാലി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിരിക്കണം, നിങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ എന്താണ് ഒരു പടി മുന്നിലായിരിക്കണം റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യേണ്ട കാര്യത്തിലെന്നർത്ഥം. വെറുതെ അങ്ങോട്ട് പഠിച്ചു പോകലല്ല, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എല്ലാതും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം പഠിക്കുമ്പോൾ തന്നെ. അതായത് നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നർത്ഥം. ഏതൊരു റിപ്പോർട്ടും ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓണർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പം നമ്മുടെ ബിസിനസ്സിൽ എത്ര ക്യാഷ് ഉണ്ട്, ബാങ്കിൽ എത്ര പൈസയുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എത്ര കിട്ടാനുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ മാനുവൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് നോളേജ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഈ അക്കൗണ്ടിങ് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിലാണ് നമുക്കതൊരു സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് ബേസിക്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി ടാലി പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ജോലികളാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അക്കൗണ്ട് അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ജോലി കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് ബില്ലുകൾ അടിക്കുക, പർച്ചേസിൻ്റെ ബില്ല്, സെയിൽസിൻ്റെ ബില്ലുകൾ, ഇങ്ങനത്തെ ഇൻവോയ്സുകൾ, ഇതെല്ലാം നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ഓഡിറ്ററുടെ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഓഡിറ്റർ ആണെങ്കിൽ ഒരു ബാങ്ക് ഓഡിറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരടുത്തും, അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോടടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ എൻ്റെ അടുത്ത് ക്ലാസ്സിന് വന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ അറിയണം. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്, ഒന്നുകിൽ ഒരു സെയിൽ ടാക്സ് ഓഫീസറുടെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഡിറ്ററുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പോയിട്ട് അവർ അതിൻ്റെ പ്രാക്ടിക്കൽ ഇത് എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം ഒരു ബാങ്കിൻ്റെ ഓഡിറ്റൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവിടുന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ഫിനാൻഷ്യൽ മാനേജർ, അതായത് നമ്മൾക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരു ഫേമിൽ നമ്മൾക്ക് കമ്പയർ ചെയ്ത് അതെല്ലാം അനലൈസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾക്ക് നല്ലൊരു നോളേജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്ക് തുടക്കത്തിലായിട്ട് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്കത് കിട്ടുക. അക്കൗണ്ട്സ് മാനേജർ, ഇപ്പോൾ അക്കൗണ്ട്സ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഹൈ പൊസിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി അധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ സീനിയർ അക്കൗണ്ടന്റ്, അപ്പോൾ ബാക്കിയുള്ള താഴത്തുള്ള അക്കൗണ്ടന്മാരെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം എന്താണ്, നമുക്ക് എക്സ്പീരിയൻസ് പറയുന്നത് എന്താണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, നിങ്ങളൊരു സെയിൽ ടാക്സ് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഓഫീസിലോ മിനിമം നിങ്ങളൊരു 1-2 കൊല്ലം നിൽക്കണം. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നിങ്ങളെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 ഒക്കെ ആയിരിക്കും സാലറി ഉണ്ടായിരിക്കുക, ഒരു 8,000 to 10,000 തന്നെയാണ് ഉണ്ടായിരിക്കുക. പിന്നീട് നിങ്ങൾ മുകളിലേക്ക് പോകുന്തോറും നിങ്ങൾക്ക് ഒരു 25-30 ആ ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് സാലറി എടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സാലറിയിലുള്ള ഇൻക്രിമെൻറ്റും വരിക. അപ്പോൾ ഈ അക്കൗണ്ടന്റ് ജോലിക്കുള്ള പ്രാധാന്യം എന്താണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജോലി പോലെയല്ല, അതായത് ഇതിന് എന്നും സ്കോപ്പ് ഉണ്ട് എന്നർത്ഥം. കാരണം ഇപ്പോൾ ഒരു എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പുകൾ ചിലപ്പോൾ ഇങ്ങനെ കുറഞ്ഞിട്ടും കൂടിയിട്ടൊക്കെ ഇരിക്കും. പക്ഷേ ഏതൊരു കടയിലാണെങ്കിലും ഒരു അക്കൗണ്ടന്റ് വേണം. ഒരു പെട്ടിക്കടയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിലും എന്താണ്, അവിടെ കണക്കുകൾ സൂക്ഷിക്കണം. അപ്പോൾ ഈ അക്കൗണ്ടന്റ് ജോലിക്ക് ഒരിക്കലും ഒരു മങ്ങൽ വരുന്നില്ല. ഏത് കാലത്താണെന്നുണ്ടെങ്കിലും ഈ അക്കൗണ്ടന്റ് ജോലികൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ നേടിയെടുക്കുന്നിടത്താണ് നമ്മളുടെ കഴിവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടാലി നല്ല രീതിയിൽ പഠിക്കണം വിചാരിക്കുക. അതായത് GST, VAT, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, TDS, ഇതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ എങ്ങനെ വൗച്ചർ എൻട്രി ചെയ്യാം, എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, പേറോൾ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ നമുക്ക് മാനുഫാക്ചറിങ്, ഇതൊക്കെ ടാലിയിലെ ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണ്. ഒരു മാനുഫാക്ചറിങ് ഫേമിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ഫിനിഷ് കൊടുത്ത് ഈ ഒരു സ്റ്റോക്ക് മാനേജ്മെൻറ്റ് നിങ്ങൾ നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക്
ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, ഞാൻ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ആ ഒരു ക്ലാസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ടൈം ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റ ടൈമിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി, പിന്നീട് ഒരു കോസ്റ്റ് നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് ലൈഫ് ടൈം എന്നോട് ഡൗട്ട്സുകൾ ചോദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇതിനോടകം എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോഴും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.